പഹൽഗാം ഭീകരാക്രമണം ശരിക്കും നമ്മളെല്ലാം വല്ലാണ്ട് ഞെട്ടിത്തരിച്ച ഒരു പ്രശ്നം തന്നെയാണ്. ഒരു ദുരന്തം തന്നെയാണ് പഹൽഗാം ഭീകരാക്രമണം. ശരിക്കും മനസാക്ഷിയുള്ള ആർക്കായാലും അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ആക്രമണം തന്നെയാണ്. ഒട്ടും മനുഷ്യത്വപരമല്ലാതെ ഭീകരവാദികൾ 28 പേരുടെ ജീവൻ അങ്ങ് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നിരായുധരായ ആളുകളെ അവർ ഉപദ്രവിച്ചു. ശരിക്കും ഉപദ്രവിച്ചു എന്നല്ല, ഇല്ലാതാക്കി. മതഭ്രാന്തന്മാർ ഇല്ലാണ്ടാക്കി. ശരിക്ക് ഇപ്പോൾ നിലവിൽ ഇതിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ ഒരു യുദ്ധത്തിൻ്റെ എഡ്ജിലേക്ക് എത്തിയ ഒരു അവസ്ഥയാണ് ഉള്ളത്. ശരിക്കും നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഭീകരവാദികൾ ശരിക്കും നമുക്ക് ഒരു മനുഷ്യത്വം ഒട്ടുമില്ലാത്ത ഭീകരവാദികൾ നമ്മുടെ നാട്ടിലെ കുറച്ച് ആൾക്കാരെ ഉപദ്രവിക്കുന്നു. അത് അതായത് അയൽ രാജ്യങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഗൂഢമായിട്ടുള്ള പല ഉദ്ദേശങ്ങളും ഉണ്ടാവാം. ഇപ്പോൾ എന്തായാലും ഇന്ത്യ പാക് ബന്ധം വഷളായി വരുന്ന ഒരു സാഹചര്യമാണ്. യുദ്ധം ഉണ്ടായാൽ അത് ശരിക്കും ബാധിക്കുന്നത് 2 രാജ്യങ്ങളിലെയും, ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും സാധുക്കളായ ജനങ്ങളെയാണ് ആത്യന്തികമായിട്ട് ബാധിക്കുക എന്നുള്ളത് നമ്മൾ ശരിക്ക് അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരുപാട് ആശങ്കപ്പെടുത്തുന്നുണ്ട്. നമ്മളെ മാത്രമല്ല, ഈ ബോധമുള്ള ആർക്കും അതൊരു ആശങ്ക ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരവാദികൾക്കെതിരെ ഒരു മയമില്ലാതെ നടപടിയെടുക്കണം. അവരെ ഇല്ലായ്മ ചെയ്യണം. തീർച്ചയായിട്ടും അവരെ നടപടിയെടുക്കണം എന്നുള്ളതുകൊണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം. ഭീകരവാദികളെ നമ്മൾ അമർച്ച ചെയ്ത് എന്ത് വില കൊടുത്തും അമർച്ച ചെയ്യണം എന്ന് പറയുന്ന പോലെ തന്നെ ഒരു യുദ്ധത്തിലേക്ക് പോകാതെ ഇരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളതുള്ളൂ. കാരണം ഒരു യുദ്ധവും നമുക്ക് സമാധാനം നേടിത്തന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ. നന്ദി, നമസ്കാരം.